ബാല എപ്പോഴാണ് ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം തരുന്നതെന്ന് ചോദിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോയുമായി ബാല എത്തുന്നുണ്ടെങ്കിലും ആരുടെ പേരും തുറന്നു പറയുന്നില്ല. എനിക്കെതിരെ ഒരു ഗ്രൂപ്പാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിൻ്റെ ഹെഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, അതെനിക്കും അറിയാം. അയാൾ സൂക്ഷിച്ചുള്ളൂ. ഞാൻ വളരെ പക്വതയോടെ പെരുമാറുകയാണ്. കേസുമൊക്കെ വരാതിരിക്കാനാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാകില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത്. എൻ്റെ മൗനം മുതലെടുക്കരുത്. ഇത് പറഞ്ഞെത്തുന്ന ബാലയ്ക്കെതിരെ കടുത്ത രീതിയിൽ തന്നെ വിമർശനമുണ്ട്. ബാലയ്ക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൂവ് ചെയ്യണം. ആരെയാണ് ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? അങ്ങനെ ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഭയം എന്നതൊരു കാണിക്കേണ്ട കാര്യമേ അല്ല. ഇവിടെ ഭയക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ബാലയ്ക്ക് പിന്തുണ നൽകുകയും അതേപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ബാലയോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമാണ്. ബാല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ബാലയെക്കുറിച്ച് ഈ പറഞ്ഞതെല്ലാം തെറ്റാണെങ്കിൽ ബാല അത് തെളിയിക്കണം. ആരാധകർക്ക് മുന്നിൽ തെളിയിക്കേണ്ട കാര്യം ബാലയ്ക്കുണ്ട്. കാരണം ബാല അമൃത വിഷയം തൊട്ട് തന്നെ ബാലയെ പിന്തുണയ്ക്കുന്നവരാണ് ഭൂരിഭാഗം ആരാധകരും. അവരെയൊക്കെ തന്നെയും ബാല അത് തെളിയിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ബാല തെളിയിച്ചാൽ മാത്രമേ ബാലയിൽ ഇനിയും വിശ്വാസമുണ്ടാകൂ. അല്ലെങ്കിൽ ഞങ്ങൾ കരുതും ബാല പറഞ്ഞതെല്ലാം തന്നെ തെറ്റാണ് എന്നും അമൃതയും എലിസബത്തും ഒക്കെ പറഞ്ഞതാണ് ശരിയെന്നും. എന്നാൽ ബാല വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതും ഇതേ കാര്യമാണ്. നിങ്ങളാരും കരുതരുത് ഞാൻ തെറ്റ് ചെയ്തുവെന്ന്. തെറ്റ് ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ശരി ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ കരുതുന്നതൊന്നുമല്ല ശരി, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതൊന്നുമല്ല ശരിയെന്ന് പറയുന്നു. ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ബാലയ്ക്ക് ആരുടെ പേരും എടുത്തു പറയാനാകില്ല, പ്രത്യേകിച്ച് അമൃതയുടെ കുഞ്ഞിൻ്റെ പേരോ. അതുകൊണ്ട് തന്നെ ആരുടെ പേരും എടുത്തു പറയാതെയാണ് ബാല ഇപ്പോൾ നിൽക്കുന്നത്. ബാലയ്ക്ക് കുറേയധികം കാര്യങ്ങൾ തുറന്നു പറയണമെന്നും വെളിപ്പെടുത്തണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ കേസും കോടതിയും അതുപോലെ നിയമങ്ങളും ഉള്ളത് കൊണ്ടാണ് ബാലയൊന്നും പറയാത്തത് എന്ന് പറയുന്നു. അഡ്വക്കേറ്റ്സുകളെയും അതുപോലെ തന്നെ പലരുടെയും അനുവാദത്തോടെ മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ആരും അതിന് അനുവാദം നൽകിയിട്ടുമില്ല. അതെനിക്ക് ഭയം കൂട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നുമല്ല. എനിക്ക് ചാടിക്കേറി ഇതിനെക്കുറിച്ച് ഉത്തരം പറയാനാകില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാനേ സാധിക്കൂ. അല്ലാതെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് പൊതുമധ്യേ പറയാൻ സാധിക്കില്ല. എൻ്റെ അരികിൽ വന്നാൽ എനിക്ക് ചിലപ്പോൾ തെളിവുകൾ കാണിച്ചു തരാൻ സാധിക്കും. അതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് നിന്ന് പറയുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലാകും. ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ പിന്നിലെല്ലാവരും ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി മാത്രമാണ് എനിക്കെതിരെ ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്. അതെല്ലാവർക്കും അറിയാം ആ വ്യക്തി ആരാണെന്ന്. അധികം നാൾ ആ വ്യക്തിക്ക് ഒളിഞ്ഞിരിക്കാനാകില്ല. അധിക നാൾ ആ വ്യക്തിക്ക് ആയുസ്സുണ്ടാകില്ല. അതെല്ലാം തന്നെ വെളിയിൽ വരും. വില്ലൻ കഥാപാത്രം എല്ലാവരും അറിയുമെന്ന് ബാല പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.